നമസ്കാരം ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ 5000 വർക്ക്ഷോപ്പ് മെമ്പർമാർക്ക് 2022 നമ്മൾ നറുക്ക് തുടങ്ങി. ആ നറുക്കിൽ 1000 രൂപ വെച്ചിട്ട് 26 മാസം അടയ്ക്കുക എന്നതാണ്. അതിന് ആ നറുക്കിൽ 26 മാസം അടച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ് എല്ലാ മെമ്പർമാർക്കും കിട്ടിയത്. ബാക്കി ഈ 5000 മെമ്പർമാരുള്ള നറുക്കിൽ 5000 ഗുണിക്കണം 1000 ഗുണിച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയാണ് ഇതിൽ ബാക്കി വരിക. നമ്മുടെ സംഘടനൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വാക്കാൽ പറഞ്ഞത് 40 ലക്ഷം രൂപയാണ്. ബാക്കി 10 ലക്ഷം രൂപ എന്ത് സംഭവിച്ചു എന്നുള്ളത് സംഘടന ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാണ്. പിന്നെ 26 മാസം 25ഓളം പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസിൻ്റെ ചിലവ് എത്ര എന്ന് പറയണം. അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാണ് സാധാരണ മെമ്പർമാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, ഈ 26 പ്രൈസിലെ 26 പ്രൈസിനെ ഒഴിവാക്കിയിട്ട് ഈ 5000 മെമ്പർമാർക്ക് എത്ര രൂപയാണോ ബാങ്കിൽ നിന്ന് പലിശ കിട്ടിയത് അതിൻ്റെ പകുതി ശതമാനമെങ്കിലും ഈ 2.5 വർഷത്തിന് ഈ മെമ്പർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പാവങ്ങളുടെ വീട്ടിലേക്ക് ഈ പൈസ അങ്ങോട്ട് പോകും. അവർക്കൊരു സന്തോഷമാണ്. ഈ മെമ്പർമാരിൻ്റെ അവകാശപ്പെട്ട പൈസ 26, ഈ 5000-ൽ 26 ആൾക്ക് മാത്രം ഈ പ്രഷർ കുക്കറും സൈക്കിളും മൊബൈൽ ഫോണും ആ രീതിയിലുള്ള പ്രൈസുകൾ കൊടുത്ത് ഈ മെമ്പർമാർ 26 ആൾക്ക് മാത്രം പോകുന്നത് തെറ്റായ സമീപനമല്ലേ? 26 കുടുംബങ്ങളിൽ ഈ പൈസ എത്തിയത് കൊണ്ട് ഈ 5000 മെമ്പർമാരിൻ്റെ കുടുംബത്തെ പട്ടിണി മാറുമോ? ഒന്നാമത്തെ ചോദ്യമാണ്. ഇതിനെ നല്ല രീതിയിൽ നമ്മൾക്ക് ഈ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് എല്ലാ മെമ്പർമാർക്കും എത്രയാണോ പലിശ ബാങ്ക് കൊടുത്തിരിക്കുന്നത് ഈ 26,000 രൂപയ്ക്ക് അതിൻ്റെ പകുതി പലിശയെങ്കിലും അല്ലെങ്കിൽ ഒരു 70% പലിശയെങ്കിലും ഈ മെമ്പർമാർക്ക് കൺഫേമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ നറുക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി പുതിയതായിട്ട് ഒരു മെമ്പർ ഇതിലേക്ക് ചേരാനും നമുക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. അല്ലാതെ ഈ നറുക്ക് ചേർന്ന പൈസ പാലക്കാട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു കെട്ടിടവും അതിലൊരു ITI നിലവാരം കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു ഓഫീസ് റൂമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കെട്ടിടം ഉണ്ടാക്കിയത് കൊണ്ട് ഈ 5000 മെമ്പർമാർക്ക് വല്ല ഉപകാരവും ഉണ്ടോ? ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിലെ പട്ടിണി, മക്കൾക്കുള്ള ചെലവ്, മക്കൾക്ക് സ്കൂൾ ഫീസ്, മക്കളുടെ സുഖമില്ലായ്മ, അമ്മമാരുടെ സുഖമില്ലായ്മ, ഭാര്യമാരുടെ സുഖമില്ലായ്മ, പോരാത്തതിന് നിങ്ങൾ ബൈക്കോ കാറോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടവ്, അത് പോരാതെ നിങ്ങളുടെ വീട്ടിലെ 1000-2000 വരുന്ന കറണ്ട് ബില്ല്, അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥാപനത്തിൽ 3000, 4000, 5000, 8000, 10,000 രീതിയിലുള്ള പല നിലവാരത്തിലുള്ള വാടക. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഓരോ മെമ്പറിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഈ മെമ്പർമാർ 5000-ഓളം വരുന്ന മെമ്പർമാർക്ക് വല്ല ഉപകാരവും ഉണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഈ പറയുന്നത് എല്ലാ മെമ്പർമാരിൻ്റെയും സുരക്ഷയ്ക്കും ജീവിതത്തിനും ഒരല്പ സ്വല്പം മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാണ്ട് കയ്യടി കിട്ടാനോ
മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്ന് ഫേമസ് ആകൽ അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. നമ്മളുടെ സംഘടനയിലെ പല പോരായ്മകളും ഞാൻ ഓരോ ഘട്ടമായിട്ട് ചൂണ്ടിക്കാട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ രക്ഷപ്പെടാം, നമ്മുടെ സംഘടന അങ്ങനെ രക്ഷപ്പെടാം എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മെമ്പർമാർ 5000-ഓളം പേരുടെ മെമ്പർമാരിൻ്റെ ഈ പണം 10 ലക്ഷം രൂപേൻ്റെ കണക്ക് വാക്കുകൊണ്ട് പോലും പറയാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് മെമ്പർമാർ ഒന്ന് വ്യക്തമായി ഒന്ന് ആലോചിക്കുക. പിന്നെ രണ്ടാമത്തത്, ഇതിനെ ന്യായീകരിക്കുന്നത് നമ്മുടെ ജില്ലാ തലത്തിലായാലും നമ്മുടെ താലൂക്ക് തലത്തിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും നമ്മൾക്ക് ഓഫീസ് റൂം വേണ്ടേ, ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടേ, ITI വേണ്ടേ, നമുക്ക് ഷെയർ മാർക്കറ്റ് വേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ സംഘടന കൂടിയ ഈ സാധാരണക്കാർ ഇപ്പം നമ്മൾ ഈ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ഇവർ വർക്ക്ഷോപ്പ് എത്തുമ്പോഴേക്ക് വർക്ക്ഷോപ്പിൻ്റെ സ്ഥലത്തിൻ്റെ ഓണർ പറയാണ് ഇന്നത്തെ ദിവസം മുതൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞു, നാളെ മുതൽ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഈ കെട്ടിടത്തിൽ പോയി ഇരിക്കാൻ പറ്റുമോ ഈ 5000 മെമ്പർമാർക്കും കൂടിയിട്ട്? അപ്പോൾ സാധാരണക്കാരൻ്റെ ആവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടോ ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ വർക്ക്ഷോപ്പ് അസോസിയേഷന് വലിയ 3 നില കെട്ടിടമോ അല്ല. ഈ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് സ്വന്തം സ്ഥലത്ത് വർക്ക്ഷോപ്പ്. ഈ 4000, 5000, 10,000 രൂപ കൊടുത്ത് ഈ വാടക കൊടുത്ത് ജീവിക്കുന്ന ഈ സംവിധാനത്തിനെ ഒഴിവാക്കിയിട്ട് ഈ കാണിക്കുന്ന നമ്മളുടെ ഈ നറുക്ക് സംവിധാനം മുഴുവൻ പണവും ഇതിന് മാത്രമായിട്ട് നമുക്ക് മാറ്റിവെച്ചിട്ട് ഹൈവേ സൈഡിൽ വ്യക്തമായിട്ട് 1 ലക്ഷം മുതൽ 2.5 ലക്ഷം പേർക്ക് സ്ഥലം ഇപ്പോഴും കിട്ടാനുണ്ട്. ചതുപ്പ് നിലങ്ങളായാലും ഏതായാലും ഒരു വർക്ക്ഷോപ്പുകാരൻ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് സംഘടന വിചാരിച്ചു കഴിഞ്ഞാൽ വെൽഡിങ്, ഷീറ്റ് മേയൽ, A to Z പണിയും ചെയ്ത് വളരെ ഒരു ലേബറും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ ചെറുപ്പക്കാരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സംഘടന മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും ഒരു വർക്ക്ഷോപ്പുകാരന് റീപണി എടുക്കണം, ആ ബിൽഡിങ് റീപണി എടുക്കണോ, അതിൽ ഷീറ്റ് ഇറക്കിയ റീപണി എടുക്കണോ, വെൽഡിങ് പണി എടുക്കണോ, A to Z കാര്യങ്ങൾ സിമ്പിളായി ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. ഓരോ വർക്ക്ഷോപ്പുകാരെ ഓരോ മാസത്തിലും ഓരോ ദിവസം വെച്ചിട്ട് ഒരു 10 വർക്ക്ഷോപ്പുകാരെ മെനക്കെട്ടാൽ മതി. അത് ഓരോ ദിവസം ഓരോ സെക്ഷനായിട്ട് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചതുപ്പ് നിലം വേണമെങ്കിലും ഏത് പാടമായാലും മേടിച്ച് നമ്മൾ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ KLU കിട്ടും, എല്ലാം കിട്ടും, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തരും. അത് ഇപ്പോൾ ഒരു തടസ്സവും കേരളത്തിലില്ല, KLUവിൻ്റെ പ്രശ്നമില്ല. രണ്ടാമത്തത്, ഇത് നമ്മൾക്ക് ഈ നറുക്കെങ്കിൽ ഈ 2024 നമ്മൾ പുതിയ നറുക്കുണ്ടാക്കുന്നത് തന്നെ എല്ലാ മെമ്പർമാരും സഹകരിച്ചിട്ട് നമ്മൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമ്മളുടെ സംഘടനേൻ്റെ മുകളിലെ സ്റ്റേറ്റ് ലെവലിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കാം. നിസ്സാരം 1000 രൂപ നമുക്ക് മാസം മാറ്റി വെച്ചിട്ട് 40 ലക്ഷം ഇവർ പറയുന്ന കണക്കിൽ തന്നെ ആണെങ്കിലും ഇവർ തെറ്റായ കണക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. 1000 ഗുണിക്കണം 5000 50 ലക്ഷമായി. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സെഷൻ അവിടെ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ നിസ്സാരം ഒരാൾ 1000 രൂപ മാറ്റി വെച്ചിട്ട് നമ്മൾ 40 ലക്ഷം സംരക്ഷിച്ചതിന് സ്ഥിതിക്ക് നമ്മൾ 2000, 3000, 5000 മാസം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഈ 40 ലക്ഷത്തിന് 4 കോടിയോ 40 കോടിയോ ഉണ്ടാകാൻ വലിയ സമയം വേണ്ട. 4 ഇരട്ടിയോ 10 ഇരട്ടിയാക്കാൻ അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ സൗണ്ട് കമ്മിയായിരിക്കും, ഇത് റോഡ് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഒരു മെമ്പർ മിനിമം വാടക കൊടുക്കുന്ന കാശ് മിനിമം ടോക്കൺ തന്നെ 3000 രൂപയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട മെമ്പർ 3000 രൂപ മാറ്റി വയ്ക്കുക, 2.5 വർഷമോ 3 വർഷമോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ 40ന് 3 4 12 1,20 ലക്ഷം രൂപയാകും മിനിമം. നമ്മൾ ഒരു 5000 മെമ്പർമാർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ 3000 എടുക്കുന്ന മെമ്പർമാർക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുക്കുക, ഏകദേശ കണക്ക് പറഞ്ഞാൽ 3 സെൻറ്റ് സ്ഥലം കൊടുക്കുക.
5000 6000 മാറ്റി വയ്ക്കുന്നവർക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കാം, നമുക്ക് കഴിയും, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതേപോലെ മാസം 10,000 രൂപ വരെ അടയ്ക്കുന്ന മെമ്പർമാരാണെങ്കിൽ മിനിമം ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും, ഏകദേശ കണക്കിൽ കൊടുക്കാൻ കഴിയും. ഈ നമ്മൾ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ 2.5 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ 1.5 ലക്ഷത്തിന് സ്ഥലം വാങ്ങിയ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് തിരിച്ച് കൊടുത്തിട്ട് ഇതേ സംവിധാനത്തിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5000 മെമ്പർമാരുണ്ട്. അപ്പോൾ ഈ 5000 മെമ്പർമാർക്ക് നമ്മൾ ഇപ്പോൾ ഒരു 10 ഏക്കറയോ 5 ഏക്കറോ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പങ്കി കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ട്. എല്ലാ മെമ്പർമാരിനെയും ഒരുമിച്ച് നിർത്തി നമ്മൾ ഈ സ്ഥലം ഇവിടെ വാങ്ങിയത് ഇപ്പോൾ 2.5 ലക്ഷത്തിനാണെന്ന് പറയാം. ഈ 2.5 ലക്ഷത്തിന് വാങ്ങിയ സ്ഥലത്തിന് നമ്മൾ നറുക്കിട്ടെടുക്കുക. ഇന്ന് നറുക്കിട്ടെടുത്തിട്ട് അതിൽ എത്ര സെൻറ്റ് സ്ഥലമുണ്ടോ, 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും അതിന് ഫ്ലാറ്റ് തിരിച്ച് അതിനെ ഫ്ലോട്ടാക്കിയതിന് ശേഷം ഈ 5000 മെമ്പർമാർക്ക് നറുക്കിട്ടെടുത്തിട്ട് നമുക്ക് സ്ഥലം കൊടുക്കുക. ഈ സ്ഥലം കൊടുക്കുന്നതിൽ നമ്മൾ ഈ സ്ഥലം കൊടുക്കുന്നതിൽ തന്നെ 5000 മെമ്പർമാരിൻ്റെ അതിൽ കറണ്ട് പിന്നെ KL ഈ പ്രശ്നങ്ങളൊക്കെ സംഘടന വഹിച്ചിട്ട് നമ്മൾക്ക് ഈ അതിൽ മണ്ണടിച്ച് നിരത്തൽ ഇതൊക്കെ നമ്മൾ സംഘടന ഏറ്റെടുത്തിട്ട് ചെയ്തു കൊടുക്കണം വളരെ വ്യക്തമായിട്ട്. അവനക്കൊരു പണിയെടുക്കാനുള്ള ഒരു സൗകര്യം മൊത്തത്തിൽ മണ്ണടിച്ച് പൊക്കി സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാതെ ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് കുളത്തിന് നടുക്കിൽ പോയി നീ വർഷാപ്പിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് സാമ്പത്തികം ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അതിന് ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം കയറാത്ത മാതിരി ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. വർക്ക്ഷോപ്പിൻ്റെ ഷെഡ് ഏത് രീതിയിലുള്ളതാണ് അവൻ്റെ സാമ്പത്തികം എടുക്കുന്ന ആളുടെ സാമ്പത്തികത്തിൻ്റെ രീതിയിൽ അത് ചെയ്തോട്ടെ, അത് നല്ലത്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 റൂട്ടിലാണ് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഒരു വർക്ക്ഷോപ്പുകാരന് ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുത്തു. അവന് 3 സെൻറ്റ് സ്ഥലം കൊടുത്ത സമയത്ത് ഇപ്പോൾ പ്രൈസ് അവനിക്കാണ് നറുക്ക് വീണതെങ്കിൽ ഈ 3 സെൻറ്റ് സ്ഥലത്തിന് വില ഏകദേശം 1 സെൻറ്റിന് 2 ലക്ഷം രൂപയാണെങ്കിലും 6 ലക്ഷം രൂപ വരും. അപ്പോൾ ഈ 6 ലക്ഷം രൂപ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിലവിൽ 3000 രൂപയാണല്ലോ മൂപ്പര് മെമ്പർഷിപ്പ്. ഈ 3000 രൂപ 6 ലക്ഷം ആകുന്നത് വരയ്ക്കും നമ്മൾ വാടക രീതിയിൽ ഈ മെമ്പറിൻ്റെ ഈ നറുക്കടിച്ച മെമ്പർമാരിൻ്റേത് നമ്മൾ പൈസ വാങ്ങും. അത് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ അസോസിയേഷൻ ആധാരം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നു. അത് വരയ്ക്ക് ഇത് വർക്ക്ഷോപ്പ് അസോസിയേഷൻ്റെ വാടക അടിസ്ഥാനത്തിൽ മാത്രം പണിയെടുക്കുന്ന മെമ്പറാണ് എന്ന് മാത്രം വയ്ക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മെമ്പർക്കും സ്വന്തം സ്ഥലത്ത് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. നേരം വെളുക്കുമ്പോഴേക്ക് ഇറങ്ങിപ്പോകുന്നൊരു വാക്ക് പറയേണ്ടി വരില്ല നമുക്ക്. ഇതേപോലെ തന്നെ ഇപ്പോൾ പാലക്കാടുള്ള ആളാണ്, ആലത്തൂർ സ്ഥലത്തിനാണ് ഇപ്പം നറുക്ക് വീണ് എന്ന് വയ്ക്കുക. അപ്പോൾ ആ പാലക്കാടുള്ള വ്യക്തി ഇവിടെയുള്ള ആൾക്ക് ഇതേ സമ്പ്രദായത്തിൽ വാടക അടിസ്ഥാനത്തിൽ പാലക്കാട്ടിലെ മെമ്പർക്ക് കൊടുക്കുക. ആ പാലക്കാട്ടിലെ മെമ്പർ ഈ സ്ഥലത്തിന് അസോസിയേഷന് പണം കൊടുത്തിട്ട് നേരിട്ട് അസോസിയേഷനിലേക്ക് വാടക അടിസ്ഥാനത്തിൽ കൊടുക്കുകയും ഇതിൽ നിലവിൽ പണിയെടുക്കുന്ന വ്യക്തി പാലക്കാട്ടിലെ ആൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. വാടക കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപയാണെങ്കിൽ 3100 4000 അങ്ങനെ വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പാലക്കാട്ടിലെ വ്യക്തി ഇവിടെ ഏത് നാട്ടിലാണ് സ്ഥലം പഠിച്ച് അവിടെ വന്ന് വർക്ക്ഷോപ്പ് ഇടുകയാണെങ്കിലും അതിൽ തടസ്സമില്ല. വർക്ക്ഷോപ്പ് അസോസിയേഷന് എത്രയാണോ ആ സ്ഥലത്തിൻ്റെ വില കൽപ്പിക്കുന്നത് ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഏക്കർ സ്ഥലം മേടിച്ചത് ഇപ്പോൾ 1 കോടി രൂപയ്ക്കാണ് പറഞ്ഞത്. ഞാൻ 3 സെൻറ്റ് സ്ഥലത്തിന് എത്രയാണോ വില നിശ്ചയിച്ചിട്ട് ആ വിലയ്ക്ക് വാടക അതുവരെ എത്തുന്നത് വരയ്ക്ക് ഈ
ഈ തൊഴിലാളി അടച്ച് അവസാനിപ്പിച്ചിട്ട് സ്ഥലം റേഷൻ ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 100% വിജയിക്കുന്നതാണ് എൻ്റെ ഒരു ചെറിയൊരു പഠിപ്പിൽ ഞാൻ പഠിച്ച കാര്യം. വളരെ നിസ്സാരമായിട്ട് ഈ കാര്യം എല്ലാ മെമ്പർമാരും സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ മെമ്പർമാർക്കും ഉപകാരമാണ്. ഇപ്പം നമ്മളുടെ അതിർത്തി വന്നിട്ട് വടക്കഞ്ചേരി കുതിരാൻ്റെ കുറച്ചിപ്പുറത്ത് പന്തലാമ്പാടം ആ ഭാഗം മുതൽ വാളയാറ് വരയ്ക്കും, ഗോവിന്ദാപുരം വരയ്ക്കും, മണ്ണാർക്കാട് വരയ്ക്കും പാലക്കാട് ജില്ലേൻ്റെ അതിർത്തിയാണ്. അപ്പോൾ ഈ മെമ്പർമാർ മനസ്സ് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നമുക്ക് ഈ കാര്യത്തിനെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ സംഘടന നമ്മൾക്ക് വേണ്ടി ആയിരിക്കണം, അല്ലാണ്ട് സംഘടനയ്ക്ക് വേണ്ടിയാകരുത്. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ സംഘടനാ നേതാക്കന്മാരും നമ്മളുടെ മുകളിലുള്ള നേതാക്കന്മാരും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അവരിയ്ക്കുന്നത് നമ്മളുടെ സുരക്ഷയ്ക്കായിരിക്കണം. അവരിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളായിരിക്കണം. എന്നാൽ മാത്രമേ ഏതൊരു സംഘടനയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ നേര് തിരിച്ചാകരുത്. സംഘടനാ നേതാക്കന്മാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ജനങ്ങൾ സംഘടനാ നേതാക്കന്മാരിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മൾക്ക് പല വിജയങ്ങളും കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ, കൊണ്ടുവരാനും കഴിയുള്ളൂ. ഒരു സ്ഥാനമാനത്തുള്ള ആൾക്കാരും ഒരു പ്രജ, ഒരു സാധാരണ മെമ്പർ അവൻ്റെ മുകളിലാകാൻ പാടില്ല. എന്നാൽ അതേപോലെ തന്നെ ഈ പ്രജകളിൻ്റെ മുഴുവൻ സുരക്ഷയും ഈ നേതാക്കന്മാരുടെ കയ്യിലായിരിക്കണം. രണ്ടാമത്തത്, നമ്മൾക്ക് വർക്ക്ഷോപ്പിലെ ചെറിയ തൊഴിലാളിയുണ്ട്. ചെറിയ മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വർക്ക്ഷോപ്പുകാർ, ചെറിയ പ്രായത്തിൽ പുതിയ വർക്ക്ഷോപ്പുകാർ, മിഡിൽ ക്ലാസ് ലെവലിൽ 35, 40, 50 ലെവലിൽ വയസ്സുള്ള സാധാരണ വർക്ക്ഷോപ്പുകാർ, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന വ്യക്തി, 60, 70 വയസ്സായ സീനിയറായ വലിയ മെക്കാനിക്കൽ, ഇവർക്കൊക്കെ നമ്മൾക്ക് വർഷത്തിൽ ഒരു തവണ വർക്ക്ഷോപ്പിൻ്റെ സമ്മേളനം അല്ലെങ്കിൽ വാർഷികം ഇതേപോലെയുള്ളൊരു സംവിധാനത്തിൽ നമുക്ക് ഒരു 10,000 രൂപ ക്യാഷ് പ്രൈസ്, ഒരു 1000, 2000 രൂപേൻ്റെ ഒരു ട്രോഫി കേരള അസോസിയേഷൻ, നമ്മുടെ കേരളത്തിലെ അസോസിയേഷൻ്റെ നല്ല വർക്ക്ഷോപ്പുകാരനുള്ള തിരഞ്ഞെടുത്ത ഒരു വർക്ക്ഷോപ്പുകാരനെ, അത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക, ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത് സംരക്ഷിച്ച വർക്ക്ഷോപ്പ് മുതലാളിക്ക് ആ അവാർഡ് കൊടുക്കുക, ഏറ്റവും ചെറുപ്രായമുള്ള വർക്ക്ഷോപ്പുകാരൻ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന വർക്ക്ഷോപ്പുകാരന് കൊടുക്കുക, ഏറ്റവും കൂടുതൽ വർഷം ഈ ഫീൽഡിൽ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് തൊഴിൽ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു ആൾക്ക് ഇതേപോലെ 3 ക്യാഷ് പ്രൈസ് കൊടുക്കുക. അത് മോട്ടോർ വെഹിക്കിളായിക്കോട്ടെ, കാറായിക്കോട്ടെ, ഹെവി വെഹിക്കിളായിക്കോട്ടെ, ഈ രൂപത്തിൽ നമ്മൾക്ക് ഒന്ന് കൂടി ആലോചിച്ചിട്ട് അതിൽ നല്ല അഭിപ്രായം മാത്രം എടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതൊരു എസ്റ്റിമേറ്റ് അഭിപ്രായം മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പുകാരനുള്ളത് കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ തന്നെ കൊടുക്കുക. അതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, കേരളത്തിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന വ്യക്തികൾക്കാണ് മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്നത്, പ്രധാനമന്ത്രി അവാർഡ് കൊടുക്കുന്നത്, പത്മശ്രീ, പത്മഭൂഷൺ, ഇങ്ങനെയുള്ള പല എന്തിന് സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികൾക്ക് പോലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവാർഡ് കൊടുക്കുന്ന കാലമാണിത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. 5 മണിക്കും 6 മണിക്കും നിങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ 8 മണി 9 മണി വരയ്ക്ക് നിങ്ങൾ ഓരോ പാവപ്പെട്ട നിങ്ങളെ പോലെയുള്ള വ്യക്തികളും നിങ്ങളെ തേടി ഏതെങ്കിലും ഒരു അവാർഡോ ഏതെങ്കിലും ഒരു നിയമ സംവിധാനമോ ആരെങ്കിലും നിങ്ങളെ തേടി വരുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു ജില്ലയിൽ 5000 മെമ്പർമാരുണ്ട്. കേരളം ഒട്ടാകെ 70,000 മെമ്പർമാർ ഏകദേശം, അല്ലേ? ഏകദേശം 70,000 മെമ്പർമാരുണ്ട്. നമ്മൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു സമ്മേളനത്തിൽ ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങളുടെ അംഗീകാരം. ഞങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല വർക്ക്ഷോപ്പുകാരനുള്ള അവാർഡ് ഗവൺമെൻറ് തരുന്നില്ല? 10,000 രൂപേൻ്റെയോ 1,00,000 രൂപേൻ്റെയോ ക്യാഷ് പ്രൈസ് നമുക്ക് തരാമല്ലോ, അർഹതയുണ്ടല്ലോ. നമ്മൾ ഉള്ളത് കാരണമല്ലേ വാഹനങ്ങൾ മുഴുവൻ റോഡിൽ കേടുവരാതെയും
വാഹനം ഇല്ലാത്ത ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രനിലോ ചൊവ്വയിലോ ആയിരിക്കും. ഈ വർക്ക്ഷോപ്പ് തൊഴിലാളി ഉള്ളത് കൊണ്ടല്ലേ കേരളത്തിൽ ഒരു വണ്ടി പോലും റോഡ് ബ്ലോക്ക് ഇല്ലാതെ ടെസ്റ്റ് പാസ്സായിട്ട് മുന്നോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കാണ്ട് സാധിക്കും ഈ 15 കൊല്ലം 20 കൊല്ലം വയ്ക്കുന്ന വാഹനങ്ങൾ. അപ്പം നമ്മൾക്ക് ഈ 70,000 പേരുടെ സംഘടനേൻ്റെ ഈ പാവപ്പെട്ട ആൾക്കാരുടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഈ കാര്യം നേടിയെടുക്കുക. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ക്ഷേമനിധി ഗവർണർ ഒപ്പിടാതെ 10-15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ക്ഷേമനിധി സമൃദ്ധമായി ഉണ്ടായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഒപ്പിട്ട് കിട്ടിയിട്ടില്ല. ക്ഷേമനിധി ഉണ്ടെങ്കിലും ഗവർണർ ഒപ്പിടാത്ത ഒരു ബില്ല്, ആ ബില്ലിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് ഞാനും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. ഈ ഇലക്ഷന് മുന്നേ 2.5 വർഷം ആകുമ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. MLA-യും MP-യും. MLA ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം പാവപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി. നമ്മുടെ പാർട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഇവർക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇലക്ഷൻ്റെ 6 മാസം മുന്നേ പത്രസമ്മേളനം നടത്തിയിട്ട് എല്ലാ പാർട്ടിൻ്റെയും സെക്രട്ടറിമാരിനെയും പ്രസിഡൻറ്റുമാരിനെയും പത്രസമ്മേളനത്തിൽ കൂടി വിളിച്ചു പറയാം, ഞങ്ങളുടെ വർക്ക്ഷോപ്പ് അസോസിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ പാസ്സാക്കണം, ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസ്ഥാന അവാർഡും ജില്ലാ അവാർഡും നല്ല വർക്ക്ഷോപ്പുകാരനും യുവ വർക്ക്ഷോപ്പുകാരനും സീനിയോറിറ്റിയുള്ള വർക്ക്ഷോപ്പുകാരനും നിങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾക്ക് ഓരോ ലക്ഷം രൂപൻ്റെ ക്യാഷ് പ്രൈസെങ്കിലും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുത്ത് ബഹുമാനിക്കണം. ഞങ്ങളുള്ളത് കാരണമാണ് ഈ കേരളത്തിലെ മുഴുവൻ വാഹനങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി ഓടുന്നത് എന്ന് ഒന്ന് പ്രഖ്യാപിച്ച് ഈ വെല്ലുവിളി സ്വീകരിച്ച് ആദ്യം എത്തുന്ന ഏത് രാഷ്ട്രീയക്കാരനാണോ ആ രാഷ്ട്രീയക്കാരന് വേണം നമ്മൾ പിന്തുണ കൊടുക്കാൻ പരസ്യമായിട്ട്. ഈ 70,000 പേരുടെ ജനങ്ങളുടെ വോട്ടും നിങ്ങൾക്കായിരിക്കണം, നിങ്ങൾക്കാണ് എന്ന് വെല്ലുവിളിച്ച് പ്രഖ്യാപിച്ച് നടത്തി വിജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ള സെക്രട്ടറി വേണം നമ്മുടെ സംഘടനയിൽ. അതിന് കഴിവില്ലാത്ത സെക്രട്ടറി പ്രസിഡൻറ്റോ ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ഈ മെമ്പർമാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സെക്രട്ടറിനെയും ഒരു പാവയോ ഒരു കളിമൺ സെക്രട്ടറിനെയോ ഒരിക്കലും സാധാരണ ഒരു മെമ്പർക്കും ആവശ്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, കേരളത്തിൽ ഈ സംഘടന ഉണ്ടായ കാലം മുതൽ ഒരാൾ തന്നെ സെക്രട്ടറി, ഒരാൾ തന്നെ പ്രസിഡൻറ്റ്, ബാക്കിയുള്ളവരൊക്കെ താഴ്ത്തട്ടിലുള്ളവർക്ക് അതേ താഴ്ത്തട്ടിൽ തന്നെ ഇരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് മാറി ഒരു സാധാരണ മെമ്പർ പോയിട്ട് അവിടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം ഇല്ലാണ്ടാണോ? ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഏതൊരു വ്യക്തിക്കും +1 +2 ഇംഗ്ലീഷ് എഴുതാനും ഇംഗ്ലീഷ് വായിക്കാനും അറിയാം, കണക്കും അറിയാം. ഇപ്പം ഞാൻ പോലും ചെറിയ വിദ്യാഭ്യാസം വെച്ചിട്ട് ഞാൻ തന്നെ കണക്ക് കൂട്ടിയ കണക്കിലാണ് 5,000 രൂപ. 5,000 രൂപ എന്നല്ല, 5,000 മെമ്പർമാർ. ഈ 5,000 മെമ്പർമാരുടെ കണക്ക് വർക്ക്ഷോപ്പ് സംഘടന വെളിപ്പെടുത്തിയിട്ടില്ല. 40 ലക്ഷം കിട്ടിയെന്നുള്ളത് സംഘടന വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ എൻ്റെ കാൽക്കുലേഷനിൽ തന്നെ പൈസ ഇത്ര വന്നിട്ടുണ്ട്, ഇത്ര ആൾക്കാരുണ്ടാകും ഏകദേശം എന്നുള്ള കണക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഈ സംഘടനയെ ഡെവലപ്പ് ചെയ്തെടുക്കണം, നന്നായി എടുക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടായ്മയായിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, യൂട്യൂബ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതായാലും നമ്മൾക്ക് വ്യക്തമായ രീതിയിൽ ഈ സംഘടന നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ തൊഴിലിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ സംഘടനയുള്ള മുഴുവൻ നേതാക്കന്മാരും അത് ഈ ചെറിയ ചെറിയ യൂണിറ്റുകളിൽ ഇലക്ഷൻ വേണ്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ സീനിയറുള്ള ആൾക്കാരും നമ്മളുടെ സംഘടനയെ ഉണ്ടാക്കിയ ആൾക്കാരുമാണ്. അപ്പോൾ അവർക്കെതിരെ അത്ര കടുപ്പമായ മത്സരങ്ങൾ വേണ്ട. ഇനി വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ 3 പേരോ 4 പേരോ 5 പേരോ നിന്നോട്ടെ, അവർക്ക് വേണ്ടിയിട്ട് തന്നെ മാറിയിട്ട് നമുക്ക് നിർത്തിയിട്ട് സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ പുതിയ ആൾക്കാരനെ കൂടുതൽ ആൾക്കാരുടെ തീരുമാനം അങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെ ആക്കാം. അത് വിഷമം വിചാരിക്കണ്ട. അല്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നമുക്ക് മാറ്റം വരുന്നെങ്കിൽ മാറ്റം വരുത്തുക. ജില്ലാ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും കൺഫേം ആയിട്ട്
വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാരുള്ള ഈ കേരളത്തിൽ ഒരിക്കലും ഒരു പ്രതിമാ അടിസ്ഥാനത്തിലുള്ള 40 50 കൊല്ലം ഇരിപ്പിലിരിക്കുന്ന ആൾക്കാർ നമ്മൾ മാറ്റി ഇലക്ഷന് മുന്നേ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിവരത്തോളം പറഞ്ഞ് മനസ്സിലാക്കുന്ന സെക്രട്ടറിയും പ്രസിഡൻറ്റിനാണ് നമുക്ക് ആവശ്യം. അത് എങ്ങനെ തിരഞ്ഞെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും തിരഞ്ഞെടുക്കണ മുന്നേ ആ സെക്രട്ടറി ഞമ്മണ്ടയിൽ പറയണം, ഞാൻ സെക്രട്ടറി ആയ ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തി തരാം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന സെക്രട്ടറി ആയിരിക്കണം മത്സരിക്കേണ്ടത്. എന്നതിന് ശേഷം ആ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും മറ്റു ഇവർക്കും വാക്കാലെ പറഞ്ഞ് എഗ്രിമെൻ്റ് എഴുതുന്ന പോലെ വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണം, ഞാൻ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുമെന്ന്. ഈ നിലവിലുള്ള ആൾക്കാർ മുഴുവൻ പൊസിഷനിലുള്ള ആൾക്കാരും ഉപദേശക സമിതിയായിട്ടും നിയന്ത്രിക്കുന്ന ഗവർണർ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് പുതിയ ആൾക്കാർക്ക് ഭരിക്കാനുള്ള ചുമതല ഇവർ ഉണ്ടാക്കി കൊടുക്കണം. അവർ ഭരിക്കണതിൻ്റെ തെറ്റുകൾ ഇവർ ചൂണ്ടിക്കാട്ടണം. ഇങ്ങനെ 2 പക്ഷമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സംഘടനയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇപ്പം 3 കാര്യങ്ങളും നടന്നു എന്നാണ്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമുക്ക് വീഡിയോ ഇപ്പോൾ എത്രയായി 26 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചുരുക്കാം. ഞാൻ ഒരു ചെറിയ എസ്റ്റിമേറ്റിലാണ് ഇതൊക്കെ ചെയ്ത്. നന്ദി, നമസ്കാരം.